ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു റൈഡ് ബൈ വയർ. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലേ കണ്ടുമുട്ടുന്നത്. അതായത് ഏകദേശം ഒരു 2 ആഴ്ച നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബൈക്കിൽ, അതായത് BMW G310GS കുറച്ച് എക്സ്ട്രാ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയൊക്കെയാണ്, പിന്നെ അതെങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു തിരക്ക്, ആ ഒരു ഏരിയ എന്നൊക്കെ വിട്ടിട്ട് കുറച്ച് തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആക്സസറീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ ഈ വണ്ടിയിൽ 5 ആക്സസറീസാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഫ്രണ്ട് ബീക്കിൽ നമ്മളിവിടെ ഒരു ഫെൻഡർ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെൻഡർ എന്ന് പറയുന്നത്, ഈ ഒരു ബീക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്ലണ്ടഡ് എഡ്ജായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻഡർ വെക്കുമ്പോൾ ഒരു ഫിനിഷിങ് അവിടെ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പർപ്പസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചൊരു ആക്സസറി അല്ല. നമ്മുടെ വണ്ടി കാണാൻ കുറച്ചുകൂടെ ഒരു ലുക്കായിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നില്ല. അപ്പോൾ അതിന് വേണ്ടി വെച്ചൊരു ആക്സസറിയാണ്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ഫെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻഡർ ആയാലും നമ്മൾ ബാക്കിയുള്ള ആക്സസറീസ് ആയാലും നമ്മൾ ഫുള്ള് ബാൻഡ് ഡോസിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻഡറിൻ്റെ വില എന്ന് പറയുന്നത് 1000 ആണ്. അത് വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിനനുസരിച്ചുള്ള, ആ കോസ്റ്റിനനുസരിച്ചുള്ള ഒരു ലുക്കും ആ ഒരു വണ്ടിക്ക് ആ ഒരു ഫെൻഡർ കൊടുക്കുന്നുണ്ട് ആക്ച്വലി. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഹാൻഡ് ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കിവിടെ താഴെയായിട്ട് പ്ലാസ്റ്റിക്കിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടൊരു ട്രാൻസ്പാരൻറ്റ് ഫിലിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഫിലിം കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ഹാൻഡ് ഗാർഡ് തന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയത്. അതായത് നമുക്ക് 2-3 ഹാൻഡ് ഗാർഡ് നമുക്ക് ബാൻഡഡോസിൽ അവരുടെ സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും വില കൂടിയതും ഇതാണ്, ഏറ്റവും ലുക്ക് കൂടിയതും ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഹാൻഡ് ഗാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ് ഗാർഡിൻ്റെ കോസ്റ്റ് വരുന്നത് 5000 റുപ്പീസാണ്. എന്തായാലും ഈ ഒരു 5000 റുപ്പീസ് വെറുതെ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ ഹാൻഡ് ഗാർഡ് എന്തായാലും നമുക്കൊരു പ്രൊട്ടക്ഷൻ വൈസ് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ലോങ് റൈഡ് പോകുമ്പോഴായാലും, ഇനി അഥവാ വണ്ടി ഒന്ന് ചരിയുകയാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഹാൻഡിലോ മിററോ ഒന്നും തട്ടത്തില്ല. ഫസ്റ്റ് ഈ ഹാൻഡ് ഗാർഡായിരിക്കും താഴെ ഒന്ന് തട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാൻഡിൽ ബാറിൽ ആ പോർഷനിലൊന്നും സ്ക്രാച്ച് വീഴും എന്നുള്ളൊരു പേടിയും നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും തികച്ചും ഈ ഒരു ഹാൻഡ് ഗാർഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഹാൻഡ് ഗാർഡ് വെച്ചിട്ട് നമുക്ക് യാതൊരു രീതിയിലും നമുക്ക് ക്ലച്ച് പിടിക്കാനായാലും അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കാനായാലും യാതൊരു പ്രശ്നവും തോന്നില്ല. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു ഹാൻഡ് ഗാർഡ് വെച്ചപ്പോൾ വണ്ടിക്ക് ആ ഒരു മസ്കുലാർ ഫീൽ കുറച്ചുകൂടെ ഒന്ന് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി എൻ്റെ തോന്നലായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല, നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് 2 ക്രാഷ് ഗാർഡാണ്. അതായത് കാണുമ്പോൾ ഇത് ഒന്നായിട്ട് തോന്നും, പക്ഷേ ഇത് 2-2ആണ്. അതായത് ഇതൊരു അപ്പർ ക്രാഷ് ഗാർഡും ഇതൊരു ലോവർ ക്രാഷ് ഗാർഡുമാണ്. അപ്പോൾ ഈ അപ്പർ ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അപ്പുറത്തുമുണ്ട്. ഇനി ലോവർ ക്രാഷ് ഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജിൻ സൈഡിന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ഈ ഒരു ക്രാഷ് ഗാർഡ് കണ്ടിട്ട് നല്ലൊരു ധൈര്യം കിട്ടും കേട്ടോ. അതിന് ശേഷം ഈ ഒരു ക്രാഷ് ഗാർഡ് വെച്ചതിന് ശേഷം നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ, കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല പൊക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ചിലരിൽ വണ്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പേടിയാണ്, ഈ താഴോട്ട് വീഴുമോ, അവർക്ക് കാല് കുത്തിയില്ലെങ്കിൽ മറിയോ എന്നൊക്കെ നമുക്കൊരു പേടിയാണ്. ഇനി അഥവാ ഈ വണ്ടി ഒന്ന് മറിഞ്ഞാലും, മറിയരുത് ആക്ച്വലി, ഇനി മറിഞ്ഞാലും ഈ ഒരു ബോഡിക്കോ ഈ ഒരു എൻജിൻ പാർട്ടിലോ ഒന്നും യാതൊന്നും പറ്റത്തില്ല. അത്ര സ്ട്രോങ് ആയിട്ടും നല്ല ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വിലയും ഉണ്ട്, അതുകൊണ്ടായിരിക്കും നല്ല സ്ട്രോങ്ങുമാണ്. ആ ഒരു ഗാർഡ് വെച്ചു എന്ന് വെച്ചിട്ട് വണ്ടിക്ക് യാതൊരു വിധ വൃത്തികേടും വരുന്നില്ല. ആക്ച്വലി ഗാർഡ് വെക്കുമ്പോഴും ഹാൻഡ് ഗാർഡ് ആയാലും ഒക്കെ വണ്ടിയുടെ ഒരു ഭംഗി കൂടിയിട്ടേ ഉള്ളൂ. ഈ വണ്ടിയിൽ ഞാൻ വെച്ച ഒരു സാധനം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എനിക്ക് ഭയങ്കര ലുക്കായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്, ഉപയോഗമുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 7000 ആണ്. അതായത് ഈ ഒരു അപ്പർ ക്രാഷ് ഗാർഡിന് മാത്രം 7000, ഈ ലോവർ ക്രാഷ് ഗാർഡിന് നെക്സ്റ്റ് 7000. അപ്പം അത് രണ്ടും കൂടെ തന്നെ 14000 ആണ്. ഇനി നമ്മുടെ ഈ വണ്ടിയിൽ ഓൾറെഡി നമുക്കിവിടെ ഒരു ടെയിൽ ടൈഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നത് ചെളി നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു പാർട്ടിൽ ഈ ഒരു സീറ്റ് വരെയൊക്കെ ചെളി വരുമായിരുന്നു. അപ്പം അത് നമുക്കൊരു ലോങ് റൈഡ് ആയാലും ഒരു റെയിനി ഡേയിലായാലും നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ടയർ ഹാഗറും കൂടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയിൽ എക്സ്ട്രാ വെച്ചതിൽ എനിക്ക് കാണാൻ അത്ര ലുക്കില്ല എന്ന് തോന്നിയത് ഈ ഒരു ടയർ ഹാഗറാണ്. ഈ ടയർ ഹാഗർ ഇതിനെക്കാട്ടി ലുക്കായിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. ഇതൊരു 1 സൈഡ് അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു ടയർ ഹാഗർ വരുന്നത്, മറ്റേ സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ടയർ ഹാഗറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു GS ഓൺ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടയർ ഹാഗർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. വേറെയും ടയർ ഹാഗർ നമ്മൾ ഈ സാധാ ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും വേറെയും ടയർ ഹാഗറൊക്കെ അവിടെ ഉണ്ടാകും, കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ളത്.
ഈ ഒരു ടയർ ഹാക്കറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3800 എന്തോ ആണ് വരുന്നത്. ആ ഒരു ടയർ ഹാക്കറിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് നിങ്ങളൊരു ചീപ്പായിട്ടൊരു സാധനം പോയി മേടിക്കാൻ നിൽക്കരുത്. കാരണം ഉള്ളതിൽ ഇച്ചിരിയെങ്കിലും ക്വാളിറ്റി ഉള്ളതായിട്ടും അതായത് വണ്ടിക്ക് വലിയ വൃത്തികേട് തോന്നാത്ത രീതിയിൽ ഇരിക്കുന്നത് ഈ ഒരു ടയർ ഹാക്കർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും നോക്കുക. ഇതിനെക്കാട്ടി നല്ലത് കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് 23,000 ആണ് ആയിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഈ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലുള്ള മോട്ടോ അവന്യൂ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. അവരിപ്പോൾ തന്നെ സെക്കൻഡ് ഷോപ്പ് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഹെൽമെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഉടൻ തന്നെ അവിടെ പോയിട്ട് ആ ഒരു ഹെൽമെറ്റിൻ്റെ ജാക്കറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവരാണ് ബാൻഡിഡോസിലേക്ക് ഓർഡർ ചെയ്തത്, വരുത്തിയത്, ഫിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ആക്ച്വലി ബാൻഡിഡോസിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് 25,000 എബോവ് ആവും സാധനങ്ങൾ മേടിക്കാൻ തന്നെ. പക്ഷേ അവർ ലേബർ കോസ്റ്റും കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് 23,000 ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി അവിടെ. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ ആ ഒരു ഷോപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആക്സസറീസിൻ്റെ ബാൻഡിഡോസിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ വണ്ടിയിലുള്ള അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഞാൻ ഒരു വൈസർ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ ഗാർഡ്, പിന്നെ ഫുഡ് റെസ്റ്റ്, അതൊക്കെ നമ്മൾ പതിയെ വെക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ കിട്ടുന്നതാണ്. ദിസ് ഈസ് റൈഡ് ബൈ വി സൈനിങ് ഓഫ് ഫ്രം റൈഡ് ബൈ വയർ. ബൈ.